വടകരയിലെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർക്ക് വലിയ പിന്തുണയാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതേസമയം ശൈലജ ടീച്ചർക്ക് നേരെ വലിയ സൈബർ ആക്രമണങ്ങളും അധിക്ഷേപ കമന്റുകളുമാണ് UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. തനിക്കെതിരെയുള്ള വ്യക്തി അധിക്ഷേപത്തിനെതിരെ ജനങ്ങൾ മറുപടി പറയുമെന്ന് കെ ശൈലജ ടീച്ചർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും കോവിഡ് കള്ളി എന്നൊക്കെ വിളിക്കുകയാണ്. ജനങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഈ PPE കിറ്റ് മാർക്കറ്റിൽ കിട്ടാനില്ലാത്ത 2 മാസം ഉണ്ടായിരുന്നു. ആ സമയത്ത് വില വളരെ കൂടുതലാണ്. ഈ PPE കിറ്റ് വാങ്ങി നഴ്സുമാർക്കും ഡോക്ടർമാർക്കും കൊടുത്തില്ലെങ്കിൽ രോഗം ഉള്ള ആളുകളെ ശുശ്രൂഷിക്കുമ്പോൾ അവർക്ക് രോഗം വന്നിട്ട് അവർ മരിച്ചു പോകും. അപ്പോൾ മാർക്കറ്റിൽ ഗുണനിലവാരമുള്ള PPE കിറ്റിന് എന്നാൽ 1500 രൂപയാണ്. ആ 1500 രൂപ കൊടുത്ത് ഞങ്ങൾ 1 ലക്ഷം കിട്ടുമോ നോക്കിയിരുന്നു കിറ്റ്. പക്ഷേ കിട്ടാനില്ല കമ്പനിയുടെ കയ്യിൽ. 50,000-ന് ഓർഡർ ചെയ്തിട്ട് 15,000 കിറ്റേ കിട്ടിയിട്ടുള്ളൂ. ആ കിട്ടിയത് വാങ്ങി അന്ന് കൊടുത്തത് കൊണ്ടാണ് കുറേ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അതുവഴി കുറേ മനുഷ്യരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. അതിനാണ് 15,000 1500 രൂപക്ക് കിറ്റ് വാങ്ങരുതായിരുന്നു എന്നാണ് അവർ പറയുന്നത്. വാങ്ങിയില്ലെങ്കിലോ എത്ര ജീവനാണ് നഷ്ടപ്പെടുക. അത് ഈ നാട്ടിലെ ചെറിയ കുട്ടികൾക്ക് പോലും അറിയാം. അന്ന് ജീവൻ രക്ഷിക്കാൻ സഹായിച്ചത് പൈസ കൂടിയാലും വേണ്ടില്ല, ആ കിറ്റ് വാങ്ങാൻ അന്നെടുത്ത തീരുമാനമാണ്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജോഷില ചേരുന്നുണ്ട്. ജോഷില, അവിടുത്തെ സിറ്റിംഗ് MP ആയിരുന്ന കെ മുരളീധരൻ സഹോദരി പത്മജ വേണുഗോപാൽ BJPയെ പോയതിനെ തുടർന്ന് കോൺഗ്രസ് വളരെ വല്ലാത്ത പ്രതിസന്ധിയിലാകുന്നു. അവിടെ നിന്ന് കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വളരെ പെട്ടെന്നാണ് ഷാഫി പറമ്പിലിനെ വടകരയിലെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് നിശ്ചയിക്കുകയും ചെയ്യുന്നത്. അതിനു മുമ്പുണ്ടായിരുന്ന ഒരു മത്സര ചിത്രവും പ്രചാരണ രീതികളുമല്ല പിന്നീടുണ്ടാകുന്നത്. ഷാഫി പറമ്പിൽ പരാജയം മണത്തിട്ട് തന്നെയാണോ ഇപ്പോൾ വല്ലാത്ത തരത്തിൽ ഷാഫി പറമ്പിലിനൊപ്പമുള്ളവർ കോൺഗ്രസിൻ്റെ സൈബർ വിങ് ശൈലജ ടീച്ചർക്കെതിരെ വല്ലാത്ത അധിക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നത്? ഒരു ജനാധിപത്യ കേരളത്തിൽ, ഒരു സാംസ്കാരിക കേരളത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വല്ലാത്ത അധിക്ഷേപമാണ് ടീച്ചർക്കെതിരെ ഫേസ്ബുക്കിലടക്കം നിറയുകയും ചെയ്യുന്നത്. ഇത്തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതിയാണോ അവിടെ കോൺഗ്രസ് അനുവർത്തിച്ചിരിക്കുന്നത്? എന്താണ് ഈ ഷാഫി പറമ്പിലിനൊരു പരാജയം മണക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ശൈലജ ടീച്ചറുടെ പ്രചാരണ പരിപാടികൾ എങ്ങനെയാണ് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്? ജോഷില. സിജു, ശൈലജ ടീച്ചർ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞാനുള്ളത് കൊയിലാണ്ടിയിലെ സംസ്കൃത സർവകലാശാല സെന്ററിലാണ്. സംസ്കൃത സർവകലാശാലയിലെ കുട്ടികൾ ശൈലജ ടീച്ചറെ വരവേൽക്കാനായി നിന്നതായിരുന്നു. അവർ ഇപ്പോൾ യാത്രയാക്കി കഴിഞ്ഞു. എന്തായാലും ശൈലജ ടീച്ചർക്ക് വൻ സ്വീകരണമാണ് കൊയിലാണ്ടി സെന്ററിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് സംസ്കൃത സർവകലാശാലയുടെ. മറ്റൊരു കാര്യം, ഇവരെല്ലാം യൂത്താണ്. നമുക്ക് ശൈലജ ടീച്ചറുടെ ഒരു നേരത്തെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ സൈബർ അറ്റാക്കാണ് ഇപ്പോൾ ശൈലജ ടീച്ചർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് UDF കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ സൈബർ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പുതിയ തലമുറയായിരിക്കും അതിനെക്കുറിച്ച് കൂടുതൽ നമ്മളോട് സംസാരിക്കാൻ തയ്യാറാവുക എന്നാണ് തോന്നുന്നത്. മോളിവിടെ പഠിക്കുന്നതാണോ? അതെ. പേരെന്താ? ആദിത്യ. എന്താ പഠിക്കുന്നത്? ഞാൻ സംസ്കൃത വേദാന്തം. അപ്പോൾ ശൈലജ ടീച്ചറെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ശൈലജ ടീച്ചറുടെ ഒരു വരവിനെ കുറിച്ചും അതുപോലെ തന്നെ ഇലക്ഷന്റെ ഒരു സാധ്യതകളെ കുറിച്ചും ശൈലജ ടീച്ചറെ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്കറിയാം നിപ്പ കൊറോണ ഒക്കെ വന്നപ്പോൾ ടീച്ചർ എങ്ങനെയാണ് കേരളത്തിനെ നോക്കി കണ്ടതെന്നൊക്കെ നമുക്കറിയാം. ഞാനത് അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ടീച്ചർക്കെതിരെ ഇപ്പോൾ പറഞ്ഞു, ടീച്ചർ ഒരു നിപ്പയുടെയും കോവിഡ് കാലത്തും അന്നൊക്കെ ടീച്ചറെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് സാധിച്ചു കഴിഞ്ഞു. അപ്പോൾ ടീച്ചറുടെ ഈ നിപ്പ കോവിഡ് കാലത്തെ ഒരു പ്രവർത്തനങ്ങളെയൊക്കെ അപഹസിച്ചുകൊണ്ട് UDF കേന്ദ്രങ്ങളിൽ നിന്നും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കാണാറുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? പുതിയ കുട്ടിയല്ലേ? അതെ. അപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ അടിയിൽ വരുന്ന കമന്റുകൾ UDF കേന്ദ്രങ്ങളിൽ നിന്നാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച്, മോശമായ രീതിയിലുള്ള കമന്റുകളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമുക്കറിയാം ടീച്ചർ എങ്ങനെയാണ് നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്നത് എന്ന്. പിന്നെ പോരാത്തതിന് ഒരു സ്ത്രീയുമാണ്. അന്നിപ്പം മറ്റുള്ളവർക്ക് വോട്ടിന് വേണ്ടിയിട്ട് അങ്ങനെ പലതും ചെയ്യുന്നതോട് ഞാൻ യോജിക്കുന്നില്ല. അന്നിപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരോട് അങ്ങനെ ചെയ്യരുതെന്നാണ് എൻ്റെ ഒരു ഇത്. എന്താ പറയുന്നത് അറ്റാക്കുകളെ കുറിച്ച്? ടീച്ചർക്കെതിരെ നിരവധിയായ അറ്റാക്കുകൾ നിലവിലിപ്പോൾ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത് സൈബർ അറ്റാക്ക് അല്ല, പരസ്യമായി ടീച്ചറെ കോവിഡ് കള്ളി എന്നുൾപ്പെടെ വിളിച്ച് അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് UDFന്റെ അണികൾ പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ തീർത്തും യുവതലമുറ തള്ളിക്കളയാണ്. കാരണം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ കേരള സമൂഹത്തിനകത്ത് എന്താണ് ടീച്ചർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ടീച്ചറുടെ നേതൃത്വത്തിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച ഈ വടകര പാർലമെന്റ് മണ്ഡലത്തിലും ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഉറപ്പുണ്ട്.
എന്താ പറയാനുള്ളത്? അതായത് നിപയുടെയും കോവിഡിന്റെയും കാലത്ത് നമ്മളെ കൈപിടിച്ചുയർത്തിയ ടീച്ചറാണ്. ടീച്ചർക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നടക്കുന്നു. എന്താണ് ഈ ടീച്ചർക്കെതിരെ നടക്കുന്ന ഈ അധിക്ഷേപങ്ങളും ഇങ്ങനെ ടീച്ചറെ ഇങ്ങനെ അപമാനിക്കുന്നത് വളരെ മോശമായിട്ടുള്ളത്. കാരണം ആരോഗ്യമന്ത്രിയായ സമയത്ത് നമുക്ക് വേണ്ടി 100% ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച ടീച്ചറാണ്. ടീച്ചറെ എന്തായാലും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കും. ജനാധിപത്യ സമൂഹത്തിന് ചേരുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണോ? തീർച്ചയായിട്ടും അല്ല. ഒരു ഇലക്ഷൻ കാലത്ത് മറ്റ് എതിർ സ്ഥാനാർത്ഥിക്കെതിരെ എങ്ങനെയായിരിക്കും? അതായത് അതിന്റെ ഒരു മാന്യത ഇത് കോവിഡ് കാലത്ത് നടന്ന ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായിട്ടുള്ളൊരു ഇതാണ്. സിജു, ഇത് തന്നെയാണ് പുതിയ തലമുറ പോലും പറയുന്നു. കൃത്യമായ അഭിപ്രായം അവർക്കുണ്ട്. അതായത് എങ്ങനെയായിരിക്കണം ഒരു സ്ഥാനാർത്ഥിക്കെതിരെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അത് അവരെ പരിഗണിച്ചുകൊണ്ടുകൂടിയായിരിക്കണം. ഒരു സ്ത്രീക്കെതിരെ ഇത്രയേറെ മോശമായ രീതിയിലുള്ള പ്രചാരണം അഴിച്ചുവിടുന്നത് അതിനോട് യോജിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് പുതിയ തലമുറയും നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അതേസമയം ടീച്ചറെ ഞങ്ങൾ നേരത്തെ കണ്ടിരുന്നു. ടീച്ചർ പറഞ്ഞ പ്രതികരണം നമ്മൾ കേട്ടതാണ്. ജനങ്ങൾ മറുപടി പറയും. ടീച്ചർ വളരെ മാന്യമായ രീതിയിലാണ് ഇതിന് പ്രതികരിച്ചത്. അത് തന്നെയാണ് പറഞ്ഞത്. എത്രയധികം അധിക്ഷേപങ്ങൾ നടത്തിയാലും എത്രയധികം സൈബർ ആക്രമണങ്ങൾ നടത്തിയാലും ശൈലജ ടീച്ചറെ കുറിച്ച് കേരളത്തിലുള്ളവർക്ക് മനസ്സിലാകുന്നുണ്ട്, വടകര മണ്ഡലത്തിലുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തി അധിക്ഷേപമല്ല, കൃത്യമായ രാഷ്ട്രീയമാണ് പറയേണ്ടത്. രാജ്യം അതാണ് ആവശ്യപ്പെടുന്നതെന്നാണ് വടകരയിലെ വോട്ടർമാർ, യുവജനങ്ങൾ പറയുകയും ചെയ്യുന്നത്. വിവരങ്ങളാണ് ജോഷില നൽകിയത്.